സത്യമായിട്ട് ഗൈസ് ചിരിച്ചിരിച്ച് മടുക്കുവാണ് ഗൈസ്. കാരണം ചിരി നിർത്താൻ പറ്റുന്നില്ല. കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ശാസ്ത്രയുടെ റീൽസൊക്കെ ഞാൻ ഈയിടെയായിട്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും എനിക്ക് നമ്മുടെ ഉപേദിക്കാനായിട്ട് റോളൊന്ന് കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു ഫൺ എന്തായാലും കിടിലൻ ചിരിയായിരിക്കും. എന്നൊക്കെ എന്തായാലും ഒരു കണ്ടന്റ് ആക്കാമെന്ന് തന്നെ വിചാരിച്ചു ഗൈസ്. ഞാൻ സെയ്തർപള്ളിയിലായിരുന്ന കാലം, അബ്ദു മുസ്തഫയൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലം. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ എവിടെ? ഈ അടുത്തെപ്പോഴാണ്? കുറച്ച് ആളായി. ഇതാവും തന്നെയല്ലേ? സാർക്ക് ഇപ്പിടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു. ഒരു പോലീസുകാരനും പറഞ്ഞില്ല. മ്യൂസിക്കലി പണ്ടത്തെ മ്യൂസിക്കലി നന്നായിട്ടുണ്ട്. ഇതെന്താണത്? ആരാണ് ഇവരൊക്കെ? ഇതൊക്കെ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നേരം വിളിക്കുമ്പോൾ നാട്ടുകാർക്ക് എല്ലാം അൽഷിമേഴ്സ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലോ അന്നത് എന്തിനെടുത്ത് ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അവർ മൊത്തം കിട്ട കാട്ടിന്റെ മുഖം വേറെ, അവരുടെ നെജൻ മുഖം വേറെ. എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിൽ എടുക്കത്തോളം. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. എന്താ നീ ഇട്ടിരിക്കുന്നത്? ബ്ലൗസ്. അല്ല, അതിന്റെ പുറകിൽ എന്താ ജനല്? ഇതാ ഇപ്പോഴത്തെ ഫാഷൻ. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക് കമ്പനിയായ ആര് കമ്പനിയായി? അപ്പുറത്തെ രാധ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ? നല്ല ചേർച്ചയുണ്ടല്ലേ? ആഹാ, എന്നാലേ തിരിച്ചിട്ടാലേ കുറച്ചുകൂടി ചർച്ച ഉണ്ടാവും. എന്തുകൊണ്ട് തലക്ക് യോജിച്ച പെണ്ണ് തന്നെ? എന്നാ തിരിച്ചിടാം. അതെ അതെ, അതൊക്കെ അന്ന് ഉള്ള കാര്യങ്ങൾ. അതിനെപ്പറ്റി ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം. അത് വിടുക. ഇപ്പൊ വേറെ വല്ലതും ഉണ്ടോ ചോദിക്കുക. ഓ, അവിടെ ബിസിനസ് ആയിരുന്നു അല്ലേ? നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. അപ്പുകുട്ടാ, നിനക്ക് ചെവിയിൽ പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ നേരായി. നമ്മളെ മയ്യത്തെടുക്കാൻ നേരായ നിങ്ങൾ കബഡി വരച്ചു വെച്ചു. ഞാനിനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് എന്റെ മനോഹരേട്ടാ, എന്തൊക്കെ അഭ്യാസങ്ങളെ ചെറുക്കം കാണിക്കണേ. താനൂർക്ക് ചക്ക തിന്നാൻ പോയതാ. ചക്കൊന്നും ഇപ്പോ പഴയ മധുരമില്ല. തൽക്കാലം എന്നത്തെ പോലെ ഈ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. കഴിഞ്ഞില്ല, ശിക്ഷ കഴിഞ്ഞില്ല. ഇനി ഇത് വിട്. അതിന് കാര്യമൊന്നുമില്ല. മതിയായി. ഒരാഴ്ച കൊണ്ട് ഞാൻ ഒരിക്കലും ഷസാവിനെ പറ്റി ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ല പാസ്റ്റ് ആർക്കെല്ലാം ഉണ്ടാവുമല്ലോ. എന്നാലും ഇത്രയും ക്രെഡിബിലിറ്റി ഒക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസർ പണ്ട് ഇങ്ങനെയാണെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു സ്കോപ്പ് അപ്പോഴാണ് തോന്നുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ചെയ്തതിനേക്കാളും നാളെ ബെറ്റർ ആവില്ല. അതുപോലെ ഇപ്പം അങ്ങയുടെ ലെവല് വേറെയാണ്. പക്ഷേ റെഡിയാവട്ടെ ഗൈസ്, എല്ലാം സെറ്റാവട്ടെ. എന്നാലും പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് സത്യമായിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല.